ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ എനിക്കൊരു പ്രേമം, അല്ല 8ാം ക്ലാസ്സിൽ തുടങ്ങി പ്രേമം. അയ്യോന്ന് എന്താ അതൊന്നും ഇപ്പോട്ടും വയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ അയ്യോന്ന് വയ്ക്കാൻ മതി. ഇപ്പോഴത്തെ കാലത്ത് താഴെ വയ്ക്കാതെ. ഇപ്പോഴത്തെ കാലത്ത് ആണെങ്കിൽ ഈ പറഞ്ഞ പണ്ടത്തെ കാലത്ത് അയ്യോ എന്ന് വയ്ക്കാം. അപ്പം അന്ന് ഈ അയ്യോ ഉണ്ട്. അപ്പോൾ മനസ്സിൽ പ്രേമം എന്നൊക്കെ പറഞ്ഞ് പെണ്ണിനെ ഞാൻ കണ്ടിട്ട് ഞങ്ങളൊന്നും മിണ്ടിയിട്ടൊന്നുമില്ല. കൊള്ളാം, മിണ്ടിയാൽ തീർന്നില്ല, പേടിയാ. ഞാൻ ആ പെണ്ണ് പോകുമ്പോൾ ഇങ്ങനെ നടന്നൊന്ന് നോക്കുകയുള്ളൂ, അപ്പം തന്നെ എന്തൊക്കെയാ സംഭവിക്കും. അങ്ങനെയൊക്കെ ഇന്നത്തെ പോലെ തൊടാനോ തോളൊക്കെ ഇടാനോ ഒന്നും പറ്റില്ല. അപ്പം അങ്ങനെ അകന്ന് നിന്ന് കാണുക. ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളും എന്നെ നിന്ന് അകന്ന് നിന്ന് ചിരിക്കും. ഞാൻ പാട്ട് പാടുമായിരുന്നു, എന്നാൽ അവളും പാട്ട് പാടും. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആർക്കും അറിയാൻ വേണമെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വിശ്വാസം. പക്ഷേ ഇതേതോ ഒരു കുബുദ്ധി എഴുത്തൻ അറിഞ്ഞിട്ട് അവനൊരു എഴുത്ത്, ആ പെണ്ണ് എഴുതുന്ന പോലെ, അതായത് ഞാൻ അവൾക്കൊരു എഴുത്ത് എഴുതിയെന്നും ആ എഴുത്തിന് മറുപടിയായിട്ട് അവളുടെ എഴുത്താണെന്നും പറഞ്ഞാണ് എഴുത്ത് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ദിവസം 9ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു, ഞാൻ കിടന്ന് ഉറങ്ങുന്നു. അപ്പം അച്ഛൻ വന്ന് എന്നെ വിളിച്ചു, ഡാ മണി 8 എഴുന്നേക്ക്, ഇത്രയും നേരമായിട്ട് കിടന്ന് ഉറങ്ങുന്നത്. അപ്പം ഞാൻ എഴുന്നേറ്റ് അച്ഛൻ, അച്ഛന് ഒരു വലിയ തെറ്റ് ചെയ്തു. ഒരിക്കലും ഒരാൾക്ക് വരുന്ന കത്ത് മറ്റൊരാൾ പൊട്ടിക്കാൻ പാടില്ല. ഞാൻ ക്ഷമിക്കണം, നിൻ്റെ കത്ത് എനിക്ക്. അപ്പം അച്ഛൻ ഒരുപാട് കത്തുകൾ വരും, എനിക്ക് വന്ന കത്താന്ന് വിചാരിച്ചാൽ ഞാൻ പൊട്ടിച്ചാൽ. അപ്പം ഞാൻ എനിപ്പോൾ എന്താ കുഴപ്പം, എന്തോ അല്ലേ, നല്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല മറ്റൊരാളുടെ കത്ത് പൊട്ടിക്കാൻ തന്നു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇവളുടെ എഴുത്താണ്. എഴുത്ത് മാത്രമല്ല, ഞാൻ അങ്ങോട്ട് എഴുതിയതിൻ്റെ മറുപടിയാണ്. അപ്പം അച്ഛൻ അങ്ങനെ വിചാരിക്കും ഞാൻ എഴുതിയെന്നല്ലേ. ഞാനൊരൊറ്റ കരച്ചിൽ കരഞ്ഞു അവിടെ നിന്നുണ്ട്. ഭയങ്കര നിലവിളി, നാണം കേടല്ലേ. അപ്പം നിലവിളിയായിട്ട് അമ്മ വന്നപ്പോൾ അമ്മയുടെ സൈഡിൽ ചിരിയൊക്കെ ഉണ്ട്. അമ്മ എന്ത് പറ്റിയെന്ന് അമ്മ ഇങ്ങനെ ഇപ്പം എന്നെ എഴുത്തയച്ചു, ഞാൻ അറിഞ്ഞിരുന്നു, എനിക്കറിയാൻ മേല വേണ്ടത്. അപ്പം അച്ഛൻ വന്നു, ഇതെന്താ ഇത്ര വലിയ കാര്യമാണ്, എന്നാടാ. എനിക്ക് ഈ പെണ്ണൊന്നും അറിയാൻ മേല. അത് അറിഞ്ഞാൽ എന്താണ് കുഴപ്പം. അച്ഛന് 12ാമത്തെ വയസ്സിൽ പ്രേമലേഖനം വന്നറിയാവോ എന്ന് നീ എന്ന് പോട്ടൻ എന്ന് പറഞ്ഞിട്ട് ആ കത്ത് വാങ്ങിച്ച് കീറി. ഇതിനെന്തിനാ കരയുന്നേ, ഇനിയും ഒരുപാട് അങ്ങനെ വരട്ടാ, പ്രേമലേഖനമൊക്കെ വരണം. അതാണ് എൻ്റെ ആദ്യത്തെ പ്രേമലേഖനം.